ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മണികണ്ഠൻ. ഗവൺമെൻറ് ITI മലമ്പുഴയിൽ വെൽഡർ ട്രേഡിൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന പാഠഭാഗമാണ്. എന്താണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്? അഡ്വാൻസ്ഡ് വെൽഡിംഗ് ടെക്നോളജിയിൽ പ്രതിപാദിക്കുന്ന ലേസർ ബീം വെൽഡിംഗ്, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് മുതലായവയെപ്പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു ജോയിനിങ് പ്രക്രിയയാണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ഇതൊരു ഓട്ടോമാറ്റിക് വെൽഡിംഗ് പ്രവർത്തനമാണ്. കൂടാതെ പ്രഷർ വെൽഡിംഗ് പ്രക്രിയയും. ഫോർജ് വെൽഡിംഗ്, കാർബൺ ആർക്ക് വെൽഡിംഗ് തുടങ്ങിയ പുരാതന രീതിയിലുള്ള വെൽഡിംഗ് പ്രക്രിയയിൽ തുടങ്ങി ലേസർ ബീം വെൽഡിംഗ്, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് തുടങ്ങിയ വെൽഡിംഗ് പ്രക്രിയകൾ ഉള്ള ഈ കാലഘട്ടത്തിൽ ടൈറ്റാനിയം, ടങ്സ്റ്റൻ, മോളിബെന്തിനം പോലെയുള്ള ലോഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുവാൻ ശേഷിയുള്ള ഒരു വെൽഡിംഗ് പ്രവർത്തനമാണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. Introduction. It is fusion welding process in which a beam of high velocity electron is applied to two material to be jointed. ഇതൊരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രവർത്തനമാണ്. എന്താണ് ഫ്യൂഷൻ വെൽഡിംഗ് പ്രവർത്തനം? ഒരേ രീതിയിലുള്ളതോ വ്യത്യസ്തമായ രണ്ട് മെറ്റലുകൾ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വെൽഡിംഗ് പ്രക്രിയയാണ് ഫ്യൂഷൻ വെൽഡിംഗ്. കൂട്ടിയോജിപ്പിക്കേണ്ട രണ്ടു മെറ്റലുകളുടെ അഗ്രങ്ങൾ ഉരുക്കി ഫില്ലർ റാഡ് ഉപയോഗിച്ചിട്ടോ അതോ ഉപയോഗിക്കാതെയും കൂട്ടിയോജിപ്പിക്കാം. എന്നാൽ ഒരു രീതിയിലുള്ള പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് ഇതിൽ നൽകുന്നില്ല എന്നതാണ് ഫ്യൂഷൻ വെൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരം ഹൈ എനർജറ്റിക്കുള്ള ഇലക്ട്രോൺ ബീമിനാൽ മെറ്റലുകൾ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രക്രിയയാണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ഫ്രീ ഇലക്ട്രോൺ ഇൻ വാക്വം ക്യാൻ ബി ആക്സിലറേറ്റഡ് വിത്ത് ദെയർ പാത്ത് കൺട്രോൾഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്രകാരം വെൽഡിംഗ് പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ ബീമിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോക്കസിംഗ് കോയിൽ ഉപയോഗിച്ച് ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം ഒരു നാരോ ബീമായി ക്രമീകരിക്കുന്നു. ഇൻ ദിസ് വേ നാരോ ബീം ഓഫ് ഇലക്ട്രോൺസ് ക്യാരിയിങ് ഹൈ കൈനറ്റിക് എനർജി ക്യാൻ ബി ഫോർംഡ്. ഇങ്ങനെ പ്രവഹിക്കുന്ന ഇലക്ട്രോൺ ബീം കൈനറ്റിക് എനർജിയാൽ, അതായത് ഗതികോർജത്തിനാൽ പരിപോഷിതമാണ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു വ്യൂ പരിശോധിക്കാം. തിക്കുള്ള രണ്ട് മെറ്റലുകൾ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വെൽഡിംഗ് പ്രവർത്തനമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പല രീതിയിലുള്ള വെൽഡിംഗ് പ്രവർത്തനത്തിന് വിധേയമാക്കുമ്പോൾ, അതായത് ടിഗ് വെൽഡിംഗ് പ്രവർത്തനം, മിഗ് വെൽഡിംഗ് പ്രവർത്തനം, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് പ്രവർത്തനം, ലേസർ ബീം വെൽഡിംഗ് പ്രവർത്തനം, ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രവർത്തനത്തിന് വിധേയമാകുമ്പോൾ ആ തിക്കുള്ള മെറ്റലിൽ കൈക്കൊള്ളേണ്ട, എന്തിനു വേണ്ടി, ഹൈ ഡിപ്തോ ഫ്യൂഷന് വേണ്ടി അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന് വേണ്ടി കൈക്കൊള്ളേണ്ട നടപടികൾ എന്താ എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. നമുക്കിതൊന്ന് പരിശോധിക്കാം. ഇതിൽ ടിഗ് വെൽഡിങ്ങിന് മഞ്ഞ കളർ കോഡ് നൽകി സൂചിപ്പിക്കുന്നു. മിഗ് വെൽഡിങ്ങിന് പച്ച കളർ കോഡും പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങിന് നീല കളർ കോഡും അതുപോലെ തന്നെ പിങ്ക് കളർ കോഡ് സൂചിപ്പിക്കുന്നത് ലേസർ ബീം വെൽഡിങ്ങിനാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്ന ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന് റെഡ് കളർ കോഡാണ് ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ ടിഗ് വെൽഡിങ്ങിനാണ് ഈ കനമുള്ള തിക്നെസ്സുള്ള മെറ്റൽ വിധേയമാക്കണമെങ്കിൽ ആ മഞ്ഞ
പോർഷൻ നൽകിയിട്ടുള്ള അത്രയും ഭാഗം എഡ്ജ് പ്രിപ്പറേഷന് വിധേയമാക്കിയാൽ മാത്രമേ ടിക്ക് വെൽഡിംഗ് ചെയ്യുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ പെനിട്രേഷൻ, അതായത് മെറ്റലിൻ്റെ സ്ട്രെങ്ത് ലഭിക്കുകയുള്ളൂ. മറിച്ച് അത് മിഗ് വെൽഡിങ്ങിനാണ് വിധേയമാക്കുന്നതെങ്കിൽ ആ പച്ച ഭാഗം സൂചിപ്പിച്ചിട്ടുള്ള അത്രയും ഭാഗം എഡ്ജ് പ്രിപ്പറേഷന് വിധേയമാക്കണം, എങ്കിലേ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ലഭിക്കൂ. മൂന്നാമതായി, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് പ്രതിപാദിക്കുന്ന നീല പോർഷൻ ഈ തിക്നെസ്സുള്ള പീസ് വിധേയമാക്കുകയാണെങ്കിൽ അത്രയും ഭാഗം എഡ്ജ് പ്രിപ്പറേഷന് വിധേയമാക്കണം. നാലാമതായി, ലേസർ ബീം വെൽഡിങ്ങിനാണ് ഈ തിക്നെസ്സുള്ള മെറ്റൽ വിധേയമാക്കുന്നതെങ്കിൽ ആ പിങ്ക് നിറമുള്ള അത്രയും ഭാഗം എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇതിൽ നിന്നും മറിച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും തിക്കുള്ള ഈ രണ്ട് മെറ്റലുകൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഒരു വിധത്തിലുള്ള എഡ്ജ് പ്രിപ്പറേഷനും ഈ മെറ്റൽ വിധേയമാക്കേണ്ടതില്ല. കാരണം ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൻ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ്റെ അളവ്, അതായത് ആ മെറ്റൽ ഉരുകിച്ചേരുന്നതിൻ്റെ അളവ് ആ റെഡ് പോർഷൻ അടയാളപ്പെടുത്തിയ അത്രയും ഭാഗം ശേഷിയുണ്ട് ഈ രണ്ട് മെറ്റലിനെയും കൂട്ടി യോജിപ്പിക്കാൻ എന്നുള്ളതാണ്. അതായത് ഒരു രീതിയിലുള്ള എഡ്ജ് പ്രിപ്പറേഷനും ഈ തിക്നെസ്സുള്ള മെറ്റൽ വിധേയമാക്കേണ്ടത് ഇല്ല എന്നാണ് സാരം. ഇനി ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്സ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഈസ് ആൻ ആറ്റോമാറ്റിക് വെൽഡിംഗ് പ്രോസസ് പെർഫോംഡ് ഇൻ എ വാക്വം വിത്ത് എ ഷീൽഡിംഗ് ഗ്യാസ്. ഇതൊരു ഓട്ടോമാറ്റിക് വെൽഡിംഗ് പ്രവർത്തനമാണല്ലോ. ഈ വെൽഡിംഗ് പ്രവർത്തനം നടക്കുന്നത് ഒരു വാക്വം ചേംബറിൽ ആകുന്നു. ഒരു വിധത്തിലുള്ള വായു സമ്പർക്കമില്ലാത്ത വായുമുക്ത അറകളിലാണ് ഈ കൂട്ടിയോജിപ്പിക്കൽ പ്രക്രിയ നടക്കുന്നത്. കാരണം ഇലക്ട്രോൺ കണങ്ങളും ഓക്സിജൻ ആറ്റങ്ങളും സംയോജിച്ചാൽ അതിൻ്റെ വെലോസിറ്റിയിൽ തന്നെ മാറ്റം വരികയും ഇലക്ട്രോൺ ബീം യഥാ വെൽഡിംഗ് പോയിൻറ്റിൽ കേന്ദ്രീകരിക്കുവാൻ തടസ്സമാകുകയും ചെയ്യുന്നു. എങ്ങനെയാണെങ്കിൽ എയറുമായി പ്രതിപ്രവർത്തിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഇതൊരു വാക്വം ചേംബറിൽ വെച്ചാണ് നടക്കുന്നത്. നെതർ ആൻ ഇലക്ട്രോഡ് ഓർ നോ ഫില്ലർ റാഡ് ഈസ് യൂസ്ഡ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രവർത്തനം നടക്കണമെങ്കിൽ ഫില്ലർ റാഡിൻ്റെയോ ഇലക്ട്രോഡിൻ്റെയോ ആവശ്യകത ഇല്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. In the electron beam welding process, electrons are emitted from the heated filament called cathode and then focused into a beam which is directed at the welding point. When the beam strikes the welding point, the kinetic energy of the high-speed electron is converted into heat. The heat is great enough to melt and fuse the metal. ടങ്സ്റ്റൺ പോലെയുള്ള ഒരു ഹീറ്റഡ് ഫിലമെൻറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇലക്ട്രോൺ ബീമിനെ, അതായത് കാഥോഡിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോക്കസിംഗ് കോയിലിനാൽ വെൽഡ് പോയിൻറ്റിൽ സ്പർശിക്കുമ്പോൾ ഗതികോർജം താപോർജമായി മാറുകയും ഈ ഹീറ്റിനാൽ രണ്ട് മെറ്റലുകൾ ഉരുകി ദൃഢതയുള്ള ഒരു ജോയിൻ്റായിട്ട് മാറും. The speed of electron in electron beam welding range from 48,000 km per second to 192 km per second depending upon the voltage of the unit. വെൽഡിങ്ങിനായുള്ള ഈ ഇലക്ട്രോണുകളുടെ വേഗത 48,000 km per second മുതൽ 192,000 km per second ആകുന്നു. എങ്ങനെ? വോൾട്ടേജിൻ്റെ ആനുപാതത്തിൽ. ഇനി നമുക്ക്
ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻസുകളെ ഒന്ന് പരിശോധിക്കാം. An electron beam welding machine consists basically of the following components. 1. Electron beam gun. 2. A vacuum chamber and a transport system. ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എക്യുപ്മെൻസുകളാണ്: 1. ഇലക്ട്രോൺ ബീം ഗൺ. 2. വാക്വം ചേംബർ. 3. എ ട്രാൻസ്പോർട്ട് സിസ്റ്റം മുതലായവയാണ് അവ. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു വ്യൂ ഒന്ന് പരിശോധിക്കാം. ഇതൊരു ഇലക്ട്രോൺ ബീം വെൽഡിംഗ് നടക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഇതിൽ ഹൈ എനർജറ്റിക്കുള്ള ഒരു ഇലക്ട്രോൺ ബീം എവിടെ നിന്നും എമിറ്റ് ചെയ്യുന്ന ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഹൈ എനർജറ്റിക്കുള്ള ഇലക്ട്രോൺ ബീമിനെ ആനോഡിൽ കൂടി പ്രവഹിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോക്കസിംഗ് കോയിൽ കൊണ്ട് ഫോക്കസ് ചെയ്ത് താഴെയുള്ള ഡിഫ്ലാക്ഷൻ കോയിൽ വഴി വെൽഡ് ചെയ്യേണ്ട യഥാസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. ഈ വെൽഡിംഗ് പ്രവർത്തനം നടക്കുന്നത് ഒരു വാക്വം ചേംബറിൽ ആകുന്നു. ഈ ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷൻ, പൊസിഷൻ നിയന്ത്രിക്കുന്നത് ഒരു ഡിഫ്ലാക്ഷൻ കോയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്രകാരം നടക്കുന്ന ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൻ്റെ ഘടനയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻസിൻ്റെ ഭാഗമായ ഇലക്ട്രോൺ ബീം ഗണ്ണിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഒരു ഇലക്ട്രോൺ ബീം ഗണ്ണിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, ആനോഡ്, കാഥോഡ് ആൻഡ് ഫോക്കസിംഗ് കോയിൽ എന്ന ഭാഗമാണ്. നമുക്ക് വിശദമായി ഇതൊന്ന് പരിശോധിക്കാം. ഇതിൽ ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, എന്താണ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്? അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇറ്റ് ഈസ് ജനറേറ്റ് ഇലക്ട്രോൺ ഓൺ ഹീറ്റിംഗ്. ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് വൈദ്യുതി പ്രവാഹത്തിന് വിധേയമാക്കുമ്പോൾ ഹൈ എനർജറ്റിക്കുള്ള ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നു. 2. ആനോഡ്. പോസിറ്റീവ്ലി ചാർജ്ഡ് എലമെൻറ്റ്സ് നിയർ കാഥോഡ് അക്രോസ് വിച്ച് ഹൈ വോൾട്ടേജ് അപ്ലൈഡ് ടു ആക്സിലറേറ്റഡ് ഇലക്ട്രോൺ. അതായത് വെൽഡിംഗ് പ്രവർത്തനത്തിനുള്ള ഇലക്ട്രോൺ ബീമിനെ വഹിക്കുന്നത് ഈ ആനോഡിൽ കൂടിയാണെന്ന് സാരം. നെക്സ്റ്റ്, ഗ്രിഡ് കപ്പ്. നെഗറ്റീവ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ദ കാഥോഡ് ഈസ് അപ്ലൈഡ്. ഗ്രിഡ് കപ്പ് കൺട്രോൾ ദ ബീം. ഗ്രിഡ് കപ്പിന് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീമിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ഗ്രിഡ് കപ്പ്. ഇലക്ട്രോൺ ബീം ഫോക്കസിംഗ് കോയിൽ. ഈ ഇലക്ട്രോൺ ബീം ഫോക്കസിംഗ് കോയിലിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവ 2 ഭാഗങ്ങളോട് കൂടിയവയാണ്. ഒന്ന് ഫോക്കസിംഗ് ലെങ്സ്, രണ്ടാമത്തേത് ഡിഫ്ലാക്ഷൻ കോയിൽ. ഇതെന്താണ് ഫോക്കസിംഗ് ലെങ്സ് എന്നൊന്ന് പരിശോധിക്കാം. ഫോക്കസിംഗ് ലെങ്സ് വെൽഡിങ്ങിനായുള്ള ഇലക്ട്രോൺ ബീമുകളെ വെൽഡ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. കൂടാതെ നാരോ ബീമുകളായി പരിവർത്തനം ചെയ്യുന്നു. അതിനുപയോഗിക്കുന്നതാണ് ഫോക്കസിംഗ് ലെങ്സ്. ഏതിൽ? ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൽ. 2. ഡിഫ്ലാക്ഷൻ കോയിൽ. വാക്വം ചേംബറിലേക്ക് വരുന്ന ഇലക്ട്രോൺ ബീമിനെ ഫോക്കസിംഗ് കോയിൽ ഉപയോഗിച്ചിട്ടാണ് വെൽഡ് ഭാഗത്തേക്ക് യഥാക്രമം ക്രമീകരിക്കുന്നത്. അതായത് ഇലക്ട്രോൺ ബീമിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡിഫ്ലാക്ഷൻ
കോയിൽ എന്ന പ്രധാന ഭാഗം. നെക്സ്റ്റ്, വാക്വം ചേംബർ. എന്താണ് വാക്വം ചേംബർ? അതിൻ്റെ വെൽഡിങ്ങിൻ്റെ പ്രാധാന്യം എന്താ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രവർത്തനം നടക്കുന്നത് ഈ വാക്വം ചേംബറിൽ വെച്ചാണ്. എയർ ശൂന്യമായ ഒരു ഭാഗമാണ്. വാക്വം ചേംബറിൻ്റെ സൈസ് ക്രമീകരിക്കുന്നത് വെൽഡ് ചെയ്യേണ്ട മെറ്റലിൻ്റെ നീളവും വീതിയും അനുസരിച്ചായിരിക്കും. അതായത് വെൽഡ് മെറ്റലിൻ്റെ തിക്നെസ്സിന് അനുപാതമായിരിക്കും എന്നതാണ് വാക്വം ചേംബറിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതായി ട്രാൻസ്പോർട്ട് സിസ്റ്റം. എന്താണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം? അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊരു വർക്ക് കരിയറാണ്. ഒരു CNC മെഷീൻ ബെഡ് പോലെ പ്രവർത്തിക്കുന്നു. വെൽഡ് ചെയ്യേണ്ട ഭാഗങ്ങളെ ഇലക്ട്രോൺ ബീമിന് താഴെയായി കറക്റ്റ് പൊസിഷനിലും ലൊക്കേഷനിലും കേന്ദ്രീകരിച്ച് നിലനിർത്തുന്നത് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനം ഒരു DC മോട്ടറിനാൽ സജ്ജമാക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ വെൽഡിംഗ് പ്രവർത്തനം എല്ലാം വാക്വം ചേംബറിന് ഉള്ളിലാണ് നടക്കുന്നത്. അതിൽ നിന്നും വെൽഡിംഗ് പൂർത്തിയാക്കി വെൽഡ് മെറ്റലിനെ ഔട്ടർ ഏരിയയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇതിൻ്റെ വെൽഡിംഗ് പ്രൊസീജിയർ നമുക്കൊന്ന് പരിശോധിക്കാം. ഇലക്ട്രോൺ വെൽഡിംഗ് പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് വൈദ്യുതി പ്രേരണത്തിന് വിധേയമാക്കുമ്പോൾ, അതായത് കാഥോഡ് ഭാഗം, അവിടെ ഉത്ഭവിക്കുന്ന ഹൈ എനർജറ്റിക് ഇലക്ട്രോൺ ബീമുകളെ ആനോഡിൽ കൂടി പ്രവഹിച്ച് ഡയാഫ്രം വാക്വം വാൾവ് വഴി കടത്തിവിട്ട് പ്രവേഗം ത്വരിതപ്പെടുത്തുന്നു. ഇലക്ട്രോൺ ബീമിൻ്റെ വേഗത ത്വരിതപ്പെടുത്തുന്നു. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ ഉപയോഗിച്ച് ബീമുകളെ ഫോക്കസ് ചെയ്യുകയും ഇപ്രകാരം താഴോട്ട് വരുന്ന ഇലക്ട്രോൺ ബീമുകളെ ഡിഫ്ലാക്ഷൻ കോയിൽ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ ബീമിൻ്റെ പൊസിഷൻ ഡയറക്ഷൻ നിയന്ത്രിക്കുകയും വാക്വം ചേംബറിൽ വെച്ചിട്ടുള്ള വെൽഡ് മെറ്റലിൻ്റെ വെൽഡ് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഹീറ്റ് എനർജിയാക്കി മാറ്റി ദൃഢതയുള്ള ഒരു വെൽഡ് ജോയിൻ്റാക്കി മാറ്റുന്നു. ഈ വെൽഡിംഗ് പ്രവർത്തനമെല്ലാം നടക്കുന്നത് ഒരു വാക്വം ചേംബറിലാണ്. വാക്വം ചേംബറിൻ്റെ പ്രത്യേകത നമ്മൾ പരിശോധിച്ചു. അതായത് എയർ ശൂന്യമായ ഒരു അറയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രവർത്തനം നടക്കുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൻ്റെ പ്രധാന അഡ്വാൻറ്റേജസ്. ദ വെൽഡ് സോൺ ആൻഡ് ഹീറ്റ് എഫക്റ്റഡ് സോൺ ആർ റിലേറ്റീവ്ലി സ്മാൾ ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. മറ്റുള്ള വെൽഡിംഗ് പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് വെൽഡ് സോൺ, അതായത് ഹീറ്റ് എഫക്റ്റഡ് സോണും വളരെ ചെറുതായിരിക്കും. എന്താണ് വെൽഡ് സോൺ? വെൽഡ് ഉരുകിച്ചേരുന്ന ആ ഭാഗം. ഹീറ്റ് എഫക്റ്റഡ് സോൺ, ഹീറ്റ് വ്യാപിക്കുന്ന ഭാഗം. അത് പല രീതിയിലുള്ള വെൽഡിംഗ് പ്രവർത്തനത്തിൽ വ്യത്യാസമായിരിക്കും. ടിഗ് വെൽഡിങ്ങിൽ കൂടുതലായിരിക്കും, മിഗ് വെൽഡിങ്ങിൽ ടിഗ് വെൽഡിങ്ങിനേക്കാളും കുറവായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഡിപ്ത് ഓഫ് ഫ്യൂഷൻ സ്ട്രൈറ്റായിട്ടാണ് ഈ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് മെറ്റലിൽ പതിക്കുന്നത്. അത് കൂടുതലായിട്ട് വ്യാപിക്കുന്നില്ല ആ വെൽഡ് സോൺ, അതുപോലെ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ്. ഡിസ്റ്റോർഷൻ എഫക്റ്റ് ഓൺലി എ വെരി സ്മാൾ ഏരിയ. ഇത് കൂടുതലായി ഈ ഹീറ്റ് എഫക്റ്റഡ് സോൺ കൂടുതലായി ഇല്ലാത്തതിനാലും മെറ്റലിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. എക്സ്റ്റേണലി സക്സസ്ഫുൾ ഇൻ അച്ചീവിങ് ഡീപ്പ് പെനിട്രേഷൻ. വളരെ ഡീപ്പായിട്ടുള്ള
പെനിട്രേഷൻ. ദ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഈസ് കാൾഡ് പെനിട്രേഷൻ എന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഡെപ്ത് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ പെനിട്രേഷൻ മറ്റുള്ള വെൽഡിംഗ് പ്രക്രിയയെക്കാളും എഡ്ജ് പ്രിപ്പറേഷന് വിധേയമാക്കാതെ തന്നെ നല്ല തിക്നെസ് ഉള്ള മെറ്റൽ കൂട്ടി യോജിപ്പിക്കാം എന്നുള്ളത് ഇതിൻ്റെ അതിമനോഹരമായൊരു പ്രത്യേകതയാണ്. ഓൺ സ്റ്റീൽ പ്ലേറ്റ് 100 mm thick weld can be made on one pass at a speed of 170 mm minute per minute with penetration. അതായത് 100 mm കനമുള്ള ഒരു തിക്നെസ് കൂടിയ മെറ്റലുകളെ നിഷ്പ്രയാസം വിത്തിൻ സെക്കൻഡ് കൊണ്ട് വെൽഡ് ചെയ്യാം എന്നതും ഇതിൻ്റെ അതിമനോഹരമായ ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു എഡ്ജ് പ്രിപ്പറേഷനും വിധേയമാക്കാതെ തിക്നെസ് ഉള്ള മെറ്റലുകളെ എഡ്ജ് വളരെ ഡീപ്പായി കൂട്ടി യോജിപ്പിക്കാം എന്നുള്ളത് ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ സ്പീഡ് ഓഫ് വെൽഡിംഗ് ഈസ് ഹൈ. സ്പീഡ് മറ്റുള്ള വെൽഡിംഗ് പ്രക്രിയകളെ അപേക്ഷിച്ച് കൂടുതലാണ് ഇതിന് ഇലക്ട്രോൺ ബീം വെൽഡിങ്. അതായത് മറ്റുള്ള വെൽഡിംഗ് പ്രക്രിയ നടക്കണമെങ്കിൽ ഒരു കൂടുതൽ സമയം എടുക്കേണ്ടി വരികയാണെങ്കിൽ ആ മെറ്റലുകൾ ഒരു രീതിയിലുള്ള എഡ്ജ് പ്രിപ്പറേഷനും വിധേയമാക്കാതെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് വെൽഡ് ചെയ്യാം. അതായത് വെൽഡ് സ്പീഡ് ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന് മറ്റുള്ള വെൽഡിംഗ് പ്രക്രിയയേക്കാൾ കൂടുതലാണ് എന്നു സാരം. നോ പൊറോസിറ്റി ആൻഡ് കണ്ടാമിനേഷൻസ്. ഒരു രീതിയിലുള്ള വെൽഡിങ് ഡിഫക്റ്റായ പൊറോസിറ്റി മുതലായവ ഉണ്ടാകുന്നില്ല എന്നതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. വെരി യൂസ്ഫുൾ ടു വെൽഡ് ടൈറ്റാനിയം, സിർക്കോണിയം, മോളിബെന്തനം വിത്ത് സെയിം കൺട്രോൾ ഓഫ് പ്യൂരിറ്റി ആസ് ഇൻ ദ ഒറിജിനൽ മെറ്റീരിയൽ. അതായത് ഇത് എല്ലാം പ്രധാനമായി ഉപയോഗിക്കുന്ന ടൈറ്റാനിയം, ടങ്സ്റ്റൺ, സിർക്കോണിയം പോലെയുള്ള മെറ്റലുകൾ ഒരു രീതിയിലുള്ള വെൽഡിംഗ് ഡിഫക്റ്റ് ഇല്ലാതെ വളരെ വൃത്തിയായി വളരെ സ്പീഡോട് കൂടി ചെയ്ത് എടുക്കാം എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ എല്ലാ വെൽഡിങ്ങിനുമുണ്ട് ഒരു ഡിസഡ്വാൻറ്റേജ്. കുറച്ച് ഡിസഡ്വാൻറ്റേജും ഈ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന് ഉണ്ട്. അതെന്താ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായി ദ കോസ്റ്റ് ഓഫ് ദ എക്യുപ്മെൻറ്റ് ഈസ് ഹൈ. ഈ വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സുകൾക്ക് കോസ്റ്റ്ലി, അത് കൂടുതൽ കോസ്റ്റ് ആണ് എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഒബ്സ്ട്രക്റ്റഡ് ജോയിൻസ് cannot be welded because electron beam travel in straight line. അതായത് സിക്സാഗ് പോലെയുള്ള വെൽഡ് ജോയിൻറ്റുകളൊന്നും ഈ ഇലക്ട്രോൺ ബീം വെൽഡിങ് ചെയ്യാൻ സാധിക്കില്ല. അതെന്താണ് അതിൻ്റെ കാരണം? ഇത് ഇലക്ട്രോൺ ബീം സ്ട്രൈറ്റായിട്ടാണ്, ഒരേ രേഖയിലാണ് പ്രവഹിക്കുന്നത്. അത് ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കുന്നില്ല. അതുകൊണ്ട് സിക്സാഗ് പോലെയുള്ള ഒരു രീതിയിലുള്ള മെറ്റലുകൾ ഒന്നും ഇതിൽ വെൽഡ് ചെയ്യാൻ സാധിക്കില്ല എന്നതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജായി കാണുന്നു. ജോബ് ഈസ് ലിമിറ്റ് ഇൻ സൈസ് ആസ് പെർ ദ വർക്ക് ചേംബർ ഡൈമെൻഷൻ. ഇതിലൊരു നിശ്ചിത ശതമാനം ലെങ്ത്തിലും സൈസിലുമുള്ള മെറ്റലുകളെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കൂ. അതെന്താണ്? ഈ വെൽഡിംഗ് പ്രവർത്തനം നടക്കുന്നത് ഈ വാക്വം ചേംബറിൽ ആയതുകൊണ്ട് ആ ചേംബറിനൊരു സൈസും അളവുണ്ട്. അതിൽ കൂടുതലുള്ള മെറ്റലുകൾ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ആപ്ലിക്കേഷൻ ഇത് എവിടെയെല്ലാം ഉപയോഗിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ജോയിനിങ് ഓഫ് റിഫ്രാക്ടറി മെറ്റീരിയൽസ് ലൈക്ക് കൊളംബിയം, ടങ്സ്റ്റൺ, സിറാമിക്സ്. ഇത് ഹൈ ടെമ്പറേച്ചറുള്ള മെറ്റീരിയലുകൾ, ടൈറ്റാനിയം അല്ലെങ്കിൽ കൊളംബിയം, ടങ്സ്റ്റൺ പോലെയുള്ള മെറ്റലുകളൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്നു. ഇവയൊക്കെ ഉപയോഗിക്കുന്ന അനവധി ക്വാളിറ്റിയുള്ള ഇൻഡസ്ട്രിയലുകളുണ്ട്. അതായത് എയറോസ്പേസിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള എൻജിൻ ഭാഗങ്ങൾ മുതലായവയൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ ടൈറ്റാനിയം അല്ലെങ്കിൽ ടങ്സ്റ്റൺ പോലെയുള്ള ലോഹങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു വെൽഡിംഗ് പ്രക്രിയയാണ് ഈ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന പ്രക്രിയ.
ഹൈ പ്രിസിഷൻ വെൽഡിംഗ് ഓഫ് ഇലക്ട്രോണിക്സ് കോമ്പണൻസ്. നല്ല ആക്യുറസിയുള്ള ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ കൂട്ടി യോജിപ്പിക്കാനുള്ള ആക്യുറസിയുള്ള നല്ല എഫിഷ്യൻസിയുള്ള മെറ്റലുകളൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ ഇലക്ട്രോണിക് യൂണിറ്റിലും ഇത് ഉപയോഗിക്കുന്നു. സ്പെഷ്യൽ അലോയി കോമ്പണൻസ് ഓഫ് ജെറ്റ് എൻജിൻസ്. വിമാന ഫാക്ടറിയിൽ, അതായത് പ്ലെയിൻ വിമാനമൊക്കെ ഉണ്ടാകുന്ന ജെറ്റ് എൻജിൻ്റെ ഭാഗങ്ങൾ, അതായത് ടൈറ്റാനിയം, മോളിബ്ഡെനം, ഇൻവാർ സ്റ്റീൽ പോലെയുള്ള ലോഹം കൊണ്ടൊക്കെയാണ് ഈ ജെറ്റ് എൻജിനൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു മൈന്യൂട്ട് ഉള്ള ജോയിൻറ്റുകളൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ ഈ രീതിയിലുള്ള ഇലക്ട്രോൺ ബീം വെൽഡിങ് വിധേയമാക്കുന്നു. പ്രഷർ വാൾവ് ഫോർ റോക്കറ്റിൻ്റെ പ്രഷർ കൊടുക്കുന്ന വാൾവ്, അല്ലെങ്കിൽ റോക്കറ്റിൻ്റെ പ്രഷർ നൽകുന്ന ഇന്ധനം നിറയ്ക്കുന്ന ടാങ്ക് മുതലായവയൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ വളരെ പ്രത്യേകതയുള്ള ഒരു വെൽഡിംഗ് പ്രവർത്തനമാണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ജോയിനിങ് ഓഫ് ഡിസിമിലർ മെറ്റൽസ്, അതായത് വ്യത്യസ്തമായ മെറ്റലുകൾ, ഒരേപോലെ ഉള്ള മെറ്റലുകളല്ല, വിവിധ തരം മെറ്റലുകൾ, അങ്ങനെയുള്ള ഡിസിമിലറായ മെറ്റലുകൾ കൂട്ടി യോജിപ്പിക്കാനും ഇത് വളരെയേറെ ഉപയോഗിക്കുന്നു. വെൽഡിംഗ് ഓഫ് ടൈറ്റാനിയം മെഡിക്കൽ ഇംപ്ലൻസ്, അതായത് മെഡിക്കൽ ആവശ്യമായ, അതായത് നമുക്ക് ഈ ഓർത്തോ വിഭാഗത്തിലൊക്കെ എല്ല് മുതലായവ സ്ക്രാച്ച് വരികയാണെങ്കിൽ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ടൈറ്റാനിയത്തിൻ്റെ പ്ലേറ്റ് തമ്മിൽ ഘടിപ്പിക്കും. ഇങ്ങനെയുള്ള ഈ ടൈറ്റാനിയം പ്ലേറ്റുകളൊക്കെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം അല്ലെങ്കിൽ ഇൻവാർ സ്റ്റീൽ പോലെയുള്ള ഈ പ്ലേറ്റുകളൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ മെഡിക്കൽ യൂണിറ്റിലും ഈ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന് വളരെയേറെ പ്രാധാന്യം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മഹത്വം. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന പ്രവർത്തനം നടക്കുന്നത് ഹൈ കൈനറ്റിക് എനർജി, ഗതികോർജം താപോർജമാക്കി മാറ്റി ആണ് ഈ വെൽഡിംഗ് പ്രവർത്തനം നടക്കുന്നത് എന്നുള്ള സാരമാണ് ഇതിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.